കരുനാഗപ്പള്ളി കേന്ദ്രമായി ആരംഭിക്കുന്ന കലാ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയായ ടീം മീഡിയയുടെ ഉദ്ഘാടനവും കലാവിരുന്നും തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 6-ന് ശ്രീധരീയം കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരുനാഗപ്പള്ളി ടീം മീഡിയയുടെ ഉദ്ഘാടനവും കലാവിരുന്നും തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 6-ന് ശ്രീധരീയം കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ടീം ഫോമായി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നിങ്ങളെ അറിയിക്കാനുള്ള ഒരു സന്തോഷമാണ്. പലരും അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ പണ്ടും നമ്മൾ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലാണ് ഇസൽ പട്ടർമാൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഒരു ഓഡിയൻസ് ഉണ്ടായി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ പ്രോഗ്രാം തന്നെയായിരുന്നു, നമുക്ക് പരസ്പരം അറിയാവുന്നതാണ്. അതുപോലെ ഒരു പ്രോഗ്രാം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തിലാണ് ടീം മീഡിയ ഫോം ചെയ്യുന്നത്. 13 പേര് വിവിധ മേഖലകളിലുണ്ട്. കലാകാരന്മാരും സംഘാടകരും ബിസിനസ്സുകാരും എല്ലാവരും ഉണ്ട്. ഗൾഫിലുള്ളവരുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, കേരളത്തിലുള്ളവരുണ്ട്, ഗൾഫിൽ തിരിച്ചു വന്നവർ, പ്രവാസികളൊക്കെ ആയിട്ട് അങ്ങനെ പലരും ചേർന്നുള്ള തുടങ്ങുന്നവർ. അപ്പം 4 പ്രോഗ്രാം ഒരു വർഷത്തിൽ 3 മാസ ഇടവേളകൾ ചെയ്യാനാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് കമേഴ്ഷ്യൽ പ്രോഗ്രാം കൂടിയാണ്. ആ കമേഴ്ഷ്യൽ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് വരുന്ന വരുമാനം എന്തായാലും ഉണ്ടാവില്ല. അത് നമുക്ക് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പം അവരെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതോടൊപ്പം നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നൊരു തുക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ അതല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ലഹരി നിർമ്മാർജ്ജനത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിലുള്ള ലഹരി ഉപയോഗമൊക്കെ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ പോലെ കൂടിയാണ്. ഞങ്ങൾക്ക് ഓരോ പ്രോഗ്രാമിനും ഓരോ ലക്ഷ്യമുണ്ട്. ഒരു ടാഗ്ലൈൻ പോലെ തന്നെ ഒരു ആപ്തവാക്യമുണ്ട്. അതെന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ. ഇതോടനുബന്ധിച്ച് മെഗാ ഷോ സംഘടിപ്പിക്കും. മെഗാ ഷോയിൽ നിന്ന് ലഭിക്കുന്ന തുക ലഹരി വിരുദ്ധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. തിങ്കളാഴ്ച നടക്കുന്ന കലാവിരുന്നിന് പിന്നണി ഗായകൻ അൻവർ സാദത്ത് നേതൃത്വം നൽകും. MLA-മാരായ CR മഹേഷ്, ഡോക്ടർ സുജിത് വിജയൻപിള്ള, യു പ്രതിഭ, നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് എന്നിവർ പങ്കെടുക്കും. ബിസിനസിന്റെയും അതുപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീം മീഡിയ മെമ്പേഴ്സ് ഇന്ന് ആദ്യമായിട്ട് ഒരു മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ഒന്നിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയ, അതുപോലെ തന്നെ കുട്ടികളിൽ വന്ന് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന മദ്യവും അതുപോലെയുള്ള ദൂഷ്യവശങ്ങൾ, ഇതിനൊരു കൂട്ടായ്മ ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെ ടീം മീഡിയ ആദ്യമായിട്ട് ഒരു കലോപഹാരം കരുനാഗപ്പള്ളിക്ക് സമർപ്പിക്കുമ്പോൾ അതിന്റെ പ്രധാന മഹത്തായ ലക്ഷ്യം മറ്റൊന്നുമല്ല, ലഹരിക്കെതിരെയുള്ള ഒരു നിർമ്മാർജ്ജനമാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പൊതുസമൂഹത്തിലെ സാധാരണക്കാരെ കൈപിടിച്ചുയർത്തുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരിൽ സഹായം എത്തിക്കുക എന്നുള്ള വിവിധ ലക്ഷ്യങ്ങളുണ്ട്. ടീം മീഡിയ ഈ 2024 ഡിസംബർ 30 ശ്രീധരീയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ വിജയത്തിൽ നിന്നും ഒരു തുക നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അത് ഈ വക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കാനുള്ള തീരുമാനമാണ്. വാർത്താ സമ്മേളനത്തിൽ മെഹർഖാൻ ചേന്നല്ലൂർ, റെജി മണ്ണേൽ, ഷാജി മാമ്പള്ളി, നജീബ്, അഹിനാസ്, ഷാജി ചാവടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.